അപ്പോൾ ഗൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബ് ഷോർട്സ് വൈറലാക്കാൻ പറ്റും. അപ്പോൾ അതിന് ഉള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ യൂസ്ഫുൾ വീഡിയോ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യൂട്യൂബ് ഷോർട്സ് കൊണ്ട് നമുക്ക് വൈറലാക്കാൻ പറ്റും. ഉപയോഗിച്ച് യൂട്യൂബ് ഷോർട്സിനെ വൈറലാക്കാൻ പറ്റും. അതാണ് ഇന്ന് നമ്മുടെ കണ്ടൻറ്റ്. അപ്പം ഞാനത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിമ്പിൾ ട്രിക്ക് ഞാനൊന്ന് പറഞ്ഞു തരാനാണ്. എല്ലാവരും അത് ചോദിച്ചുകൊണ്ടിരിക്കും, ഇത് എങ്ങനെയാണ് യൂട്യൂബ് ഷോർട്സ് നമുക്കൊന്ന് വൈറലാക്കാം, അല്ലെങ്കിൽ ഇത്രയ്ക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇത്ര മില്യൺ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് ഇത്. അപ്പോൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം അതനുസരിച്ച് ഫുള്ള് സ്റ്റെപ്സ് കാണുക, എന്നിട്ട് മാത്രമേ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എല്ലാം നിങ്ങളെ അടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്താൽ മാത്രം മതി. ഇതിൽ വേറെ കൂടുതൽ കാര്യങ്ങളോ അതൊന്നുമില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കും ഉപയോഗിച്ചിട്ടാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ, കാര്യങ്ങൾ കിട്ടുമോ? അതൊന്നും നിങ്ങൾ പേടിക്കാനില്ല. അത് ആ ഒരു സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ച് ലാസ്റ്റ് വരെ ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് കാണിക്കും. ലാസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നെല്ലാം ഞാൻ ഇതിലൂടെ കാണിക്കും. സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അത് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ വൈറലാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇത് എഫേർട്ട് നിങ്ങളെ ഐഡിയാസ് തന്നെ കണ്ടെത്തുക. മാക്സിമം ഐഡിയാസ് കണ്ടെത്തി അത് ചെയ്താൽ മാത്രം മതി. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല. ബാക്കി തന്നെ ഇപ്പം നമുക്ക് യൂട്യൂബ് തന്നെ ഓരോ കാര്യങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും വൈറലായി പോവാം. പിന്നെ അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, പിന്നത്തേക്ക് ഇടാം. അങ്ങനെയെല്ലാം നമുക്ക് യൂട്യൂബ് തന്നെ അതിൻ്റെ ആക്സസ് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കോപ്പിറൈറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. അപ്പോൾ അതിൻ്റേതായ രീതിയിലെ സ്റ്റെപ്സുകൾ ചെയ്യുക. എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് അതിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസ് ആവാം, ഒരു പ്രശ്നവുമില്ല. അതും പാട് തന്നെയാണ്. ഒരു ലിമിറ്റ് കഴിയുമ്പോഴേക്കും അത് വൈറലാവാം. കാരണം നമുക്ക് ഇപ്പം കണ്ടൻറ്റ് എല്ലാ ദിവസവും എല്ലാവർക്കും ഷോർട്സ് എടുക്കണം പറ്റണമെന്നൊന്നുമില്ല. അപ്പം ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വൈറലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഷോർട്സ് വെച്ചിടാം. നിങ്ങൾക്ക് നിങ്ങളേതായ ക്രിയേറ്റിവിറ്റീസൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ട്രിക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്യാതെ. ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നേരെ ഞാൻ ഇനിയിപ്പോൾ ആ സ്ക്രീൻ റെക്കോർഡാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം യൂട്യൂബ് ഓൺ ആക്കാം. എന്നിട്ട് നമുക്ക് ആ പ്ലസ് ഐക്കൺ വീഡിയോ ഇടുന്ന അതെടുക്കാം. അതിൽ ഷോർട്സ് എടുക്കണം. എന്നിട്ട് മുകളിൽ നിങ്ങൾക്കൊന്ന് കാണാം ആഡ് സൗണ്ടിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഓപ്ഷൻ, അതിൽ നിൽക്കണം. അതാണ് അപ്പോൾ അത് വരും. അപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കാണും. എന്നിട്ട് നിങ്ങൾ താഴെ ഡിസ്ക്രൈബ് യുവർ ഐഡിയ എന്നുള്ളതിൽ അവിടെ നിൽക്കണം. എന്നിട്ട് നമ്മളെ ഐഡിയ നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് ഹൗ ടു ക്ലീൻ ടോയ്ലറ്റ് എന്നാണ് ഇവിടെ എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം. എന്നിട്ട് നിങ്ങൾക്കത് മുന്നോട്ട് പോവാം. അതിലെ ബട്ടണിലൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പം മുന്നോട്ട് പോവും. അത് നേരെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കൊണ്ടുവരും. എന്നിട്ട് അത് ലോഡാവണമെന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും അത് ഫുള്ള് ലോഡാവും. 100 ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ പയ്യെ 67, 70 അങ്ങനെ 80 ആവും. അങ്ങനെ 100 ആവും. 100 ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അത് നേരെ വീഡിയോയിലോട്ട് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ വീഡിയോ കാണും. അപ്പം തന്നെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ 80 ആയിട്ടുണ്ട്. ഇപ്പോൾ 84 അങ്ങനെ പയ്യെ 88 ആയി. അങ്ങനെ ഇപ്പം നേരെ 92 അങ്ങനെ വീഡിയോ ആയിട്ടുണ്ട്. വീഡിയോ ആകുമ്പോൾ ഇതേപോലെ വരും. ടോയ്ലറ്റ് വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. അടിപൊളി ഒരു ഇൻ്റർഫേസ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ ഇതൊരു 10 സെക്കൻഡ് മാത്രമേ കാണുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ നെക്സ്റ്റ് അടിച്ച് അപ്പം നമുക്കത് ആവശ്യമുള്ള ഒരു സൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആ വീഡിയോയ്ക്ക് വേണ്ട എന്തെങ്കിലും ഒരു സൗണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ വോയിസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അതിൻ്റെ മെയിൻ ഫോക്കസ് ചെയ്യുക അതിലെ വോയിസ്. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ
നിങ്ങൾ എഴുതി കൊടുക്കുക. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തത് അതങ്ങ് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് ടൈപ്പ് ചെയ്യുക. ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുക. പിന്നെ റിലേറ്റഡ് വീഡിയോ എന്താണ് നിങ്ങൾ ഇതായത് അത് ചെയ്യുക. എന്നിട്ട് മെയിൻ കാര്യം എന്ന് പറയുന്നത് താഴെ കണ്ട AAUs, ഈ AAUs നമുക്ക് എസ് ആക്കി കൊടുക്കണം. നോ ഒരിക്കലും കൊടുക്കില്ല, ബിക്കോസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ ഒരു ഇൻ്റർഫേസും കാണാം, AA എന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം. പിന്നെ ടാഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പേരാണ് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇന്ത്യ ആക്കാം. അത് നമുക്ക് ഇന്ത്യ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ത്യ തന്നെ സെറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ നിങ്ങൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഇതാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ നിൽക്കണം, അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ് കൊടുക്കൽ ഒരു കാരണവശാൽ നോ മാത്രമേ കൊടുക്കുക. ഇതാണ് മെയിൻ പോയിന്റ്. എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സ്ക്രീൻ റെക്കോർഡ് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത് നിങ്ങൾ മെയിനായിട്ട് ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒന്നും നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. അതിലെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് അത് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പിന്നെയും വെക്കാം. നിങ്ങളെ മാത്രം ക്രിയേറ്റിവിറ്റി ഐഡിയ മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. അതെന്തായാലും വർക്കാവും. ഒന്നും കൊണ്ടും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതിലെത്രത്തോളം യൂസ്ഫുള്ളാണെന്ന്. നിങ്ങൾക്ക് വേറൊരാളെ കണ്ടൻറ്റ് എടുക്കാതെ നിങ്ങൾക്ക് തന്നെ സ്വയമേ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. പിന്നെ അതിൽ മെയിനായിട്ട് പറയാനുള്ളത് 10 സെക്കൻഡ് മാത്രമേ അത് വരുള്ളൂ. അപ്പം നിങ്ങൾ അതനുസരിച്ച് അത് ചെയ്യണം. പിന്നെ എസ് മാത്രം ലാസ്റ്റ് അവിടെ കൊടുത്താൽ മതി. നോ കൊടുക്കാതെ എസ് മാത്രം കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ആവശ്യമുള്ള നിങ്ങളെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ അതിൽ തന്നെ അങ്ങ് അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്കത് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു വൈറൽ ഷോർട്സ് കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഈ ട്രിക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്കത് വർക്കായോ ഇല്ലയോ, എങ്ങനെയുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരു എളുപ്പമൊരു ട്രിക്ക്. ഇത് പലർക്കും ഇപ്പോൾ അറിഞ്ഞുകൂടാ, ആരും പറയുന്നുമില്ല. അത് കാരണം എനിക്ക് തോന്നി ഇതൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇൻഫോർമേറ്റീവ് ആണ്, ബിക്കോസ് ആരും അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നി. ഞാനും ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ഇതൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചില വീഡിയോകൾ പയ്യെ കയറുള്ളൂ, ചില വീഡിയോകൾ കയറും, അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് വർക്കായാൽ നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റ് അടിക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.